ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നു. അല്പസമയത്തിനകം തന്നെ വിവാഹ ചടങ്ങുകൾ കൊച്ചിയിൽ നടക്കും. ലിസി ജംഗ്ഷനിലെ ഹോട്ടൽ വേദാന്തയിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, ഏറെ നാളുകൾ ആയി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ വാർത്തകളായിരുന്നു ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നു എന്ന തരത്തിലുള്ളത്. ഇപ്പോൾ ആ വിവാഹ ചടങ്ങുകളാണ് അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. സോമി പറഞ്ഞത് വളരെ ശരിയാണ്. മലയാളികൾ ഈ മണിക്കൂറിൽ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് താരജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നു എന്ന വാർത്ത. ഇന്ന് രാവിലെ 9-നും, അതായത് അല്പസമയത്തിനകത്ത് പറയാം 9-നും 10-നും ഇടയ്ക്ക് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ, കൃത്യമായി പറഞ്ഞാൽ കൊച്ചിയിലെ വേദാന്ത് എന്ന ഹോട്ടൽ വെച്ചാണ് ഈ വിവാഹം നടക്കുന്നത്. ഏറ്റവും, അതായത് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ സോമി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി, അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ദിലീപിനെയും കാവ്യ മാധവനെയും സംബന്ധിച്ച ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് ഔദ്യോഗികമായ വിശദീകരണം നൽകാൻ ഇരുവരും തയ്യാറായില്ല. പലപ്പോഴും രണ്ടുപേരും ഇത് തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപും ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദിലീപ് കാവ്യ മാധവൻ ബന്ധം തള്ളിപ്പറഞ്ഞുകൊണ്ട് ദിലീപ് രംഗത്തെത്തുന്നത് വലിയ വാർത്തയായിരുന്നു. ദിലീപ് പറഞ്ഞത് ഇപ്രകാരമാണ്: മകൾ മീനാക്ഷി, അല്ലെങ്കിൽ മീനാക്ഷിയാണ് തനിക്ക് പ്രധാനം, അല്ലെങ്കിൽ മീനാക്ഷിയുടെ ഇഷ്ടപ്രകാരം മാത്രമേ താൻ എന്ത് കാര്യവും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മകൾ മീനാക്ഷി കാവ്യ മാധവൻ ദിലീപ് വിവാഹത്തിന് സമ്മതം മൂളി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് വിവാഹം നടത്തണം. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് നാദർഷയെ വിളിക്കുമ്പോൾ നാദർഷ പറഞ്ഞത് തന്നെയാണ്, ദിലീപ് ഇപ്പോഴും കല്യാണം വിളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ വിളിക്കുന്നുള്ളൂ, വലിയൊരു ചടങ്ങായി നടക്കുന്നില്ല, ഏറ്റവും ലളിതമായ ചടങ്ങാണ് നടത്തുന്നത്, വളരെ രഹസ്യമായി എന്നൊരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത്തരത്തിൽ ദിലീപിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചു എന്നാണ്. പക്ഷെ മാധ്യമങ്ങൾക്ക് അത്തരം അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല ഇന്ന് രാവിലെ വരെ തന്നെ. അത് കഴിഞ്ഞാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു വാർത്ത ഉയർന്നു വരുന്നതും മറ്റു മാധ്യമങ്ങളടക്കം, നമ്മളടക്കമുള്ള മറ്റു മാധ്യമങ്ങളടക്കം ഈ പറഞ്ഞ ഹോട്ടൽ വേദാന്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 9-നും 10-നും ഇടയ്ക്ക് വിവാഹ കർമ്മങ്ങൾ നടക്കും. വളരെ ലളിതമായ ചടങ്ങായിരിക്കും. ഈ ഇരു കുടുംബങ്ങളും ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് എന്നും നമുക്കറിയാം. സോമി അലക്സ്, കുടുംബത്തിലെയും അതുപോലെ തന്നെ സിനിമാ രംഗത്തെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണോ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? അത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ടോ വിവാഹത്തിന്? സോമി, ഞാനതാണ് സൂചിപ്പിച്ചത്. ഏറ്റവും ദിലീപും കാവ്യ മാധവനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. അത്തരക്കാർക്ക് മാത്രം, അത്തരം സുഹൃത്തുക്കൾക്കും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളവർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും മാത്രമേ ഈ വിവാഹ കർമ്മത്തിലേക്ക് ക്ഷണമുള്ളൂ, അവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അത്തരത്തിലൊരു രഹസ്യ സ്വഭാവം ഈ വിവാഹത്തിനുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ രണ്ടുപേരുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല, മാധ്യമങ്ങളുമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവർ പറയുന്നത്. എന്നാൽ കൊച്ചിയിൽ മാധ്യമങ്ങളെയൊന്നും ഇക്കാര്യം അറിയിച്ചിട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളുടെ കാര്യം രാവിലെയാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയായിരുന്നു ഇതുവരെ. ഫോൺ ചെയ്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ക്ഷണം പോലും ഇങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ മറക്കില്ലല്ലോ, എത്തുമല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു. വിവാഹമാണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഫോണിലൂടെ പോലും പറഞ്ഞിരുന്നില്ല സുഹൃത്തുക്കളോട്. അത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവം ഇതിനുണ്ടായിരുന്നു. ആ രഹസ്യമാണ് പുറത്തായതും. സോമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളി ഏറ്റവും ആകാംക്ഷപൂർവ്വം കേൾക്കുന്ന ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് താരജോഡികളുടെ വിവാഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ചന്ദ്രനുദിക്കുന്ന ഇരുവരും ജോഡികളായി അഭിനയിക്കുന്നത്. പല സിനിമകളിലും അതിനുശേഷം വന്ന പല ചിത്രങ്ങളിലും ജോഡികളായി അഭിനയിച്ചു, ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ചു. അത് കഴിഞ്ഞാൽ ദിലീപിന്റെ വിവാഹ മോചനം വരുന്നത്, മഞ്ജു വാര്യറുമായുള്ള വേർപിരിയൽ വരുന്നത്, അത് വലിയൊരു കാരണമായി ഈ ഒരു ബന്ധം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല കാവ്യ മാധവന്റെ വിവാഹബന്ധവും വേർപെട്ടു. അതായത് ഒരു ദുബായ് മലയാളിയായ നിശാലുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. അത് കഴിഞ്ഞ് തന്നെ പാപ്പി അപ്പച്ചൻ സിനിമയിലൂടെ കാവ്യ മാധവൻ തിരിച്ച് സിനിമയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ദിലീപ് കാവ്യ മാധവനുമായുള്ള ചിത്രങ്ങൾ ഏറ്റവും ഒടുവിൽ പിന്നെയും അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും വരെ അവർ ഒന്നിച്ചഭിനയിച്ചു. അത്തരത്തിൽ ഈ ചലച്ചിത്ര മേഖലയിൽ സജീവമായി നിൽക്കുമ്പോൾ തന്നെ അവർ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നു. സോമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു രഹസ്യ സ്വഭാവം ഈ വിവാഹത്തിനുണ്ട്. മറ്റു വലിയ അറിയിപ്പുകൾ, അല്ലെങ്കിൽ ഒരു വലിയ ക്ഷണം ഒന്നും വലിയ അറിയിപ്പൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമാണ് ഈ വിവാഹത്തിലേക്ക് ക്ഷണമുള്ളത്. ഹോട്ടൽ, ഈ പറഞ്ഞ ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷനടുത്ത ഹോട്ടൽ വേദാന്തയിലാണ് ഈ വിവാഹ കർമ്മങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം
ഈ കാര്യങ്ങൾ നടക്കും. എല്ലാവരും മാധ്യമങ്ങളടക്കം അവിടേക്ക് എത്താനുള്ള ഒരു ധൃതിയിലുമാണ് സോമി. അലക്സ്, എപ്പോഴായിരിക്കും ഈ ചടങ്ങുകൾ? 9-നും 10-നും ഇടയിലാണ് ഈ ചടങ്ങുകൾ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രം ചേർന്ന് ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് ഇരു കുടുംബങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് വിവാഹം കഴിയും. 9-നും 10-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ വിവാഹം കഴിയും സോമി. അലക്സിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ സുനിൽ അരുമാനൂർ കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട രണ്ട് താരങ്ങളാണ് ദിലീപും കാവ്യയും എന്ന രണ്ട് വ്യക്തികൾ. ഇപ്പോൾ അവർ വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം സന്തോഷകരമാണ് ഈ നിമിഷം? സുമി, തീർച്ചയായും മലയാളി പ്രേക്ഷകർ, സിനിമാ പ്രേമികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ശ്രവിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം, അല്ലെങ്കിൽ ദിലീപ് കാവ്യ താരജോഡികളുടെ വിവാഹം വളരെ മുമ്പ് തന്നെ മലയാളി പ്രേക്ഷകർ മനസ്സിൽ ആഗ്രഹിക്കുകയും അത് നടക്കണമെന്ന് ഒരുപാട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ ആ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളും നടന്നില്ല. നമുക്കറിയാം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയും അതിനുശേഷം ഇപ്പോൾ ഇതാ അവരാഗ്രഹിച്ച കാര്യം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ദിലീപും കാവ്യമാധവനും വിവാഹിതരാകുന്നു. അല്പസമയത്തിനകം തന്നെ വേദാന്ത ഹോട്ടലിലാണ് ചടങ്ങുകൾ നടക്കുക. അലക്സ്, നമുക്ക് അല്പസമയത്തിനകം തന്നെ അവിടുന്ന് കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് കൈമാറുകയും ചെയ്യും. ഏതായാലും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ലാൽ ജോസ് ചിത്രത്തിൽ തുടങ്ങിയ താരജോഡികളാണ് മലയാളത്തിൽ ഒടുവിൽ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന ചിത്രത്തിലൂടെ വീണ്ടും അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരജോഡിയായി മാറിയിരിക്കുന്നു. അവരിപ്പോൾ കുടുംബ ജോഡിയായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇതിനു മുമ്പ് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വിവാഹിതരാകുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ പോലും കാവ്യയും ദിലീപും അടക്കമുള്ളവർ ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അതിനുശേഷം വളരെ രഹസ്യ സ്വഭാവമായിക്കൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വേദാന്ത ഹോട്ടലിൽ ദിലീപുമുണ്ട്, കാവ്യയും അവർ കല്യാണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. നേരത്തെ അല്പം മുമ്പ് തന്നെ നമ്മൾ അവരുടെ കാവ്യയുടെ അച്ഛനുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച സാഹചര്യത്തിൽ തന്നെ 9:30 തന്നെയാണ് ലളിതമായ ചടങ്ങുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും അടുത്ത ആളുകളെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതും വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്തുള്ള ഒരു ക്ഷണമായിരുന്നില്ല. വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം അറിയാം, ഇത് വലിയ രീതിയിൽ വരുമ്പോൾ വലിയ ഒരു മാധ്യമ പട തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി വരുമെന്നുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ദിലീപ് തന്നെ ഏറ്റവും അടുത്ത ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് പോകുന്നത്. മലയാളികളുടെ ഏത് സിനിമ എടുത്ത് ഇപ്പോൾ ദിലീപും കാവ്യയും തമ്മിലുള്ള ഇപ്പോൾ സദാനന്ദൻ്റെ സമയമായാലും അതുപോലെ കൊച്ചി രാജാവായാലും അങ്ങനെ ദിലീപ് കാവ്യ ജോഡികൾ മലയാളി സിനിമകൾക്ക്, മലയാളി പ്രേക്ഷകർക്ക് മലയാള സിനിമയിലൂടെ നൽകിയ ഒരു സ്നേഹമെന്ന് പറയുന്ന, അവരുടെ ആ ഒരു പൊരുത്തമെന്ന് പറയുന്ന, നമ്മൾ പഴയ ഒരുപാട് ചിത്രങ്ങൾ ഇത്തരത്തിൽ ജോഡികൾ വെച്ച് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ താരതമ്യം ചെയ്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അവർ വിവാഹം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും ചിലപ്പോൾ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ സിനിമാ പ്രേമികളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് അല്പസമയത്തിനകം ഈ ഹോട്ടലിൽ നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന ഒരു വിവാഹത്തിനാണ് ഇപ്പോൾ കൊച്ചിയിലെ ഈ വേദാന്ത ഹോട്ടൽ സാക്ഷ്യം വഹിക്കുന്നത്. അതിനിപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സുരേഷ് കുമാർ ഉണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്ത്, ചിപ്പി തുടങ്ങിയവരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ പോലും ഇപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ പോലും വളരെ രഹസ്യ സ്വഭാവത്തോടെ ഇക്കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സസ്പെൻസ് വെളിപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് പോകുന്നത്. ഒരു തലമുറയിൽ പ്രത്യേകിച്ച് കാവ്യ അതുപോലെ ദിലീപ് ജോഡി എന്ന് പറയുന്നത് ഒട്ടേറെ ഹിറ്റുകളും സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം രണ്ടുപേരും പിന്നെ ദിലീപിൻ്റെ വിവാഹശേഷവും കാവ്യയുടെ വിവാഹശേഷവും അതിനുശേഷമുള്ള ചില സംഭവങ്ങൾക്ക് തുടർന്ന് ഇവരൊക്കെ സിനിമയിൽ നിന്നൊക്കെ വലിയ രീതിയിൽ തിളങ്ങാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. പിന്നീട് ആണ് നമുക്ക് ഈ താരജോഡികൾ വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ്റെ അത്രയും വലിയൊരു സിനിമയിലേക്ക് ഇവർ എത്തിപ്പെടുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് അതിലൂടെ തന്നെ ഇവരുടെ ജോഡി തന്നെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായി വരുന്നു. അങ്ങനെ വലിയ സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോ സിനിമയിലും നമ്മൾ നോക്കുമ്പോഴും അവരുടെ വിവാഹ ചടങ്ങുകൾ തന്നെ പല സിനിമയിലും അവർ പ്രണയിക്കുകയും അവസാനം വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും ചിലപ്പോൾ വിവാഹം നടക്കാതെ വരുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവസാനം അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക്, ചക്കരമുത്ത് അടക്കമുള്ള സിനിമകളിൽ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പോലും ആളുകൾ
എപ്പോഴും ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ദിലീപിനെയും കാവ്യയും ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. സുനിൽ പറഞ്ഞതുപോലെ തന്നെ ഒട്ടേറെ സിനിമകളിലെ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മികച്ച താര ജോഡികൾ എന്ന് തന്നെയാണ് മലയാളികൾ വിലയിരുത്തുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന ചിത്രത്തിലാണ് അവർ ഇരുവരും ഒരുമിച്ച് എത്തിയത്. പലതരത്തിലുള്ള വാർത്തകൾ ഇവരുടെ വിവാഹവുമായി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മലയാളികൾ എന്നും ആഗ്രഹിക്കുന്നുണ്ടാകും ഇവർ ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന്. ആ ഒരു സാക്ഷാത്കാരം തന്നെയല്ലേ ഇപ്പോൾ നടക്കാൻ പോകുന്നത്? തീർച്ചയായും സ്വാമി, അതാണ് നമ്മൾ ഓരോ സിനിമ, ദിലീപും കാവ്യയും തമ്മിലുള്ള ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാലും അവരുടെ പ്രണയം ഉണ്ടായിരിക്കും. ആ പ്രണയത്തിന് വിവാഹത്തിലേക്ക് പോകാൻ ചില തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്ത് അതിൽ വിവാഹവും പ്രണയവും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ആഗ്രഹം പണ്ടുമുതലേ ആ ഒരു ജോഡി മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആ ജോഡി അവരുടെ ജീവിതത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് മുൻവിധികളും ഒരുപാട് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദുരാഗ്രഹങ്ങളോ എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള കാരണം ഇവിടെ തന്നെ പിന്നെയും സിനിമയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ തന്നെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്ന തരത്തിലേക്ക്, നിങ്ങൾ പിന്നെയും എന്ന ചിത്രത്തിൽ വീണ്ടും നായകന്മാരായി എത്തിയിരിക്കുന്നു, ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വാർത്തകൾ വരുന്നു, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ചെറിയ പുഞ്ചിരി കൊണ്ട് അതിന് മറുപടി പറയുന്ന കാഴ്ച നമ്മൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഈ പിന്നെയും എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ കണ്ടതാണ്. അതുപോലെ പല ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി, പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു സസ്പെൻസ് മലയാളികളെ ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് സന്തോഷം പകരുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇരുവരും ചേർന്ന് സമ്മാനിച്ചിരിക്കുന്നത്. അതിന് ഒരു വളരെ സസ്പെൻസും ഒരു സീക്രസിയും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ആ വാർത്ത അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് പറയേണ്ടി വരുന്നു. അവരുടെ സിനിമകൾ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാൽ ജോസ് ഒരു ജോഡി അവതരിപ്പിച്ചു. ആ ജോഡിയെ പിന്നീട് എല്ലാ സിനിമകളിലും ആ ജോഡി വരുന്നതിലൂടെ മലയാളികൾ കണ്ടു. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആയാലും അതിനകത്ത് അവരുടെ ഒരു ജോഡിയായാലും ഏത് മലയാള സിനിമ എടുത്തു കഴിഞ്ഞാലും ഇവരുടെ ഒരു ജോഡി വരുന്നതിൽ മലയാളികൾ എന്തുമാത്രം ആഗ്രഹം പുലർത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് പറയേണ്ടി വരുന്നത്. ആ ഒരു കാരണം ഇവരുടെ അത്രയും പെർഫെക്ഷനോട് ഇപ്പം ഈ ഒരു ഏത് സിനിമ കഴിഞ്ഞാലും അതിനകത്ത് ഇവർ ജോഡിയായി നിൽക്കുന്ന പാട്ടുകൾ വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് പറയേണ്ടി വരുന്ന കാര്യമാണ്. ദിലീപും കാവ്യയും കോമ്പിനേഷൻ വരുമ്പോൾ ആ കോമ്പിനേഷനിലൂടെ പിറവിയെടുക്കുന്ന ഹിറ്റ് ഗാനങ്ങൾ, വിദ്യാസാഗർ അടക്കം സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന അത്തരം ഗാനങ്ങളെല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും മനസ്സിൽ ഇപ്പോഴും ഓടിയെത്തുന്ന ചിത്രം തന്നെയാണ് നമുക്ക് കാവ്യയും ദിലീപും അഭിനയിച്ച് വളരെയധികം ഹിറ്റാക്കിയ പല ചിത്രങ്ങളിലും. അപ്പോൾ നമുക്ക് അത് ഓരോന്നും പെട്ടെന്ന് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നെങ്കിൽ പോലും ഒരു കള്ളനോടൊപ്പം നിന്നുകൊണ്ട് ആ ചിത്രത്തിൽ ദിലീപിനോടൊപ്പം നിന്നുകൊണ്ട് കുസൃതി കാണിച്ച് അതിനുശേഷം ദിലീപിന് തന്നെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള സിനിമകൾ തുടങ്ങി പുതിയ സിനിമകൾ അതായത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചലച്ചിത്രത്തിൽ പോലും അവരുടെ ജോഡി നിലനിന്നിരുന്നു. അല്ലെങ്കിൽ ആ ജോഡിയിൽ അവരുടെ ആ ഒരു മലയാളികളുടെ ഇഷ്ടം കൂടുതൽ അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. സദാനന്ദൻ്റെ സമയത്തിൽ അവർ വിവാഹിതരായി കുടുംബമായി ജീവിക്കുന്ന ഒരു കഥ പറയുമ്പോൾ അതിനകത്തും എല്ലാവരും ഒരു താരങ്ങൾ എന്നതിനപ്പുറം അവർ യഥാർത്ഥ അവരുടെ കുടുംബമാണ് എന്നുള്ള മലയാളി പ്രേക്ഷകർ കണ്ടിരുന്നതാണ് നമുക്ക് ആ സിനിമയിലൂടെ നമുക്ക് പറയേണ്ടി വരുന്നത്. സ്വാമി, തീർച്ചയായിട്ടും സുനിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ അലക്സിലേക്ക് കൂടി പോകുന്നു. അലക്സ്, വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായപ്പോൾ ആരൊക്കെയാണ് അവിടെ സന്നിഹിതരായിട്ടുള്ളത്? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. സ്വാമി, ഇവിടെ നേരത്തെ സുനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ സംവിധായകൻ രഞ്ജിത്ത് ഉണ്ട്, ചിപ്പി ഉണ്ട്, ജോമോളുണ്ട്. അത്തരം അടുത്ത സുഹൃത്തുക്കൾ, ദിലീപും കാവ്യമാധവനുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഹോട്ടൽ വേദാന്തയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വിവാഹ കർമ്മങ്ങൾ നടക്കും. ദിലീപ് ഉണ്ട്, കാവ്യമാധവനുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, മറ്റു അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ 9:30-ക്കാണ് വിവാഹം നടക്കുക എന്ന വിവരം ലഭിക്കുന്നുണ്ട്. 9-10 ഇടയ്ക്ക് തന്നെ ഈ വിവാഹം ഏറ്റവും ലളിതമായ ഒരു ചടങ്ങായി തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തരാൻ വിവരം. സ്വാമി,
തീർച്ചയായിട്ടും ദിലീപ് കാവ്യ വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കും. ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള വേദാന്ത ഹോട്ടലിലാണ് ചടങ്ങ്. തികച്ചും ലളിതമായ ചടങ്ങുകളാണ് വിവാഹത്തിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. അടുത്ത സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. സുനിൽ അരുമാനൂരിലേക്ക് തന്നെ പോകുന്നു. സുനിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഇത്രയധികം ഈ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെട്ട രണ്ട് താരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാം. ദിലീപിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പോലും കാവ്യയുമായുള്ള ബന്ധമാണെന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് നൽകി. എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വേട്ടയാടപ്പെട്ട രണ്ട് താരങ്ങളാണ് ദിലീപും കാവ്യ മാധവനും. അപ്പോഴൊക്കെ അവർ വലിയ തരത്തിലുള്ള നല്ല രീതിയിലുള്ള സംയമനം പാലിക്കുകയും ആ വാർത്തകളെയൊക്കെ നിഷേധിക്കുന്ന ഒരു കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. തീർച്ചയായും സ്വാമി, നമ്മളിപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിത്തും ചിപ്പിയും അടക്കം, മേനകയും സുരേഷ് കുമാറും അടക്കം ഏറ്റവും അടുത്ത് ദിലീപുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. മീനാക്ഷിയുടെ ഇഷ്ടാനുസരണം തന്നെയാണ് ഈ വിവാഹം നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതും എല്ലാ കാര്യങ്ങളും മീനാക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതെന്ന് ദിലീപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. മലയാളികൾ വേറൊരു കാര്യം മലയാള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരിക, എന്ത് കാര്യങ്ങളും അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിന് പബ്ലിസിറ്റി, മൗത്ത് പബ്ലിസിറ്റി ആയാലും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയും പബ്ലിസിറ്റി കൊടുക്കുന്ന ആൾക്കാർ, അത്തരത്തിൽ നമ്മളെല്ലാവരും കണ്ടാണ്. അത്തരത്തിലുള്ളൊരു പബ്ലിസിറ്റി കൊടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാനമായും ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നത്, ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം രണ്ടുപേരും വിവാഹം കഴിച്ച് രണ്ടുപേരുടെയും വിവാഹമോചനത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഇവർക്ക് രാശി കുറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് പ്രചരണങ്ങളൊക്കെ വന്നിരുന്നു. കാരണം ഇവർ ഒരുമിച്ച് നിന്ന് സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, അതായത് മഞ്ജു വാര്യരും ദിലീപും കല്യാണം കഴിച്ചിരുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു രാശി പിരിഞ്ഞ ശേഷം പോയി എന്നുള്ള തരത്തിലുള്ള പ്രചരണമൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് അവർ ഇൻഡിവിജ്വലായിട്ട് പല സിനിമകളിൽ വരുമ്പോഴും അത് വലിയ രീതിയിൽ വിജയം കണ്ടില്ല എന്ന്, പ്രത്യേകിച്ച് സിനിമാക്കാരൊക്കെ ഒരുപാട് വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, ജ്യോതിഷത്തിലും വിശ്വാസത്തിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നവർ. അങ്ങനെ ഒരു പ്രചരണം വന്നിരുന്നു. പിന്നെ ഇത്തരത്തിൽ ഇവരൊരുമിക്കണം, ഇവരുടെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലേക്ക് സിനിമയിൽ ഉയർച്ച വരും. കാവ്യ തന്നെ കുറേ നാളുകൾക്ക് ശേഷം നല്ല ചിത്രങ്ങൾ കാവ്യ കിട്ടുന്നില്ല, പുതിയ സിനിമകളിലേക്ക്, അതായത് ന്യൂ ജനറേഷൻ സിനിമകളിലേക്ക് കാവ്യയെ പോലൊരു നടിയെ ഉൾക്കൊള്ളാൻ സംവിധായകർ തയ്യാറാകുന്നില്ല എന്നുള്ള തരത്തിൽ കാവ്യ തന്നെ പല മാധ്യമങ്ങളിൽ, മാസികകളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തതും നമ്മളൊക്കെ വായിച്ചതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ മലയാളികൾ, പ്രേക്ഷകർ ഒക്കെ ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ വാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പലതരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മുമ്പ് തന്നെ ഈ വിവാഹം നടക്കും, ഇന്ന് നടക്കുന്നു, നാളെ നടക്കുന്നു, ഗുരുവായൂർ നടക്കുന്നു, അങ്ങനെയൊക്കെ പല പബ്ലിസിറ്റി നടത്തിയപ്പോഴും അതിനെയൊക്കെ അവർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആയാലും ശരി, മാധ്യമങ്ങളെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരു ചെറിയ നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ മാത്രം അറിയുന്ന ഒരു വാർത്തയായി അവർ സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് ഏറെ കൗതുകത്തോടു കൂടി പറയേണ്ട ഒന്നാണ്. ഏതായാലും മലയാളികൾക്ക്, പ്രത്യേകിച്ച് സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. ആ വാർത്ത സംഭവം 9:30 തന്നെ അവർ എല്ലാം റെഡിയാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അലക്സിലേക്ക് പോകാൻ തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ അലക്സ് നമുക്ക് അവിടെ നിന്ന് നൽകുമെന്ന് കരുതുന്നു. അലക്സ്, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അലക്സ്, കേൾക്കാമോ? ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കും. ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ വേദാന്ത ഹോട്ടലിലാണ് ചടങ്ങുകൾ. അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ലളിതമായ ചടങ്ങാണ് വിവാഹം. ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നു. വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കും. ലിസി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഹോട്ടൽ വേദാന്തയിലാണ് വിവാഹ ചടങ്ങുകൾ. ബന്ധുക്കളും സിനിമയിലെ അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. സുനിൽ അരുമാനൂരിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. സുനിൽ, അതീവ രഹസ്യമെന്ന് പറയുമ്പോഴും ഒരു വലിയ താരനിര തന്നെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും സ്വാമി, നേരത്തെ അലക്സ് പറഞ്ഞതുപോലെ ഇപ്പോൾ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ളവരപ്പോൾ ഇന്നലെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്തും അതുപോലെ സുരേഷ് കുമാറും മേനകയും അടക്കമുള്ളവർ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജനാർദ്ദനൻ അടക്കമുള്ള നടന്മാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ അല്പസമയത്തിനും തന്നെ ഏതായാലും ഇനി ഒരു